പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ നൈറ്റ് ഓഫ് ചാമ്പ്യൻസ് 2026 എന്ന് പറയുന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിൻ്റെ റിവ്യൂ ആണ്. നൈറ്റ് ഓഫ് ചാമ്പ്യൻസ് എന്ന പ്രീമിയം ലൈവ് ഇവൻറ്റ് ആരംഭിക്കുന്നത് കിങ് ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റിൻ്റെ ഫൈനൽ മത്സരത്തിലാണ്. ഫൈനൽ മത്സരത്തിലെ പാർട്ടിസിപ്പൻസ് ആയിട്ട് ഒബാഫെമിയും ജയ് ഊസോയുമായിരുന്നു പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ഒബാഫെമി വിജയം കരസ്ഥമാക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ജയ് ഊസോയുടെ ഭാഗത്ത് നിന്ന് അത്ര നല്ലൊരു പ്രകടനം കാണാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരു ചോദ്യചിഹ്നമാണ്. ഒരു സ്ലീപ്പർ ഹോൾഡ്, സൂപ്പർ കിക്ക്, ഊസോ സ്പ്ലാഷ് തുടങ്ങിയ മൂവ്സ് മാത്രമാണ് ജയ് ഊസോയുടെ ഭാഗത്ത് നിന്ന് ഇതിൽ കാണാൻ സാധിച്ചത്. പതിവ് പോലെ ഒബാഫെമിയുടെ 1-2 പവർഫുൾ മൂവ്സ് അത് മാത്രമാണ്, കുറച്ച് മിനിറ്റുകൾ മാത്രമുള്ള ഒരു മത്സരമാണ്. നമ്മൾ പ്രതീക്ഷിച്ച ആ ഒരു നിലവാരത്തിലേക്കോ അല്ലെങ്കിൽ വലിയൊരു ക്വാളിറ്റിയിലേക്കോ എത്തിയില്ല. പക്ഷേ ആരാധകർ കാത്തിരുന്ന ആ ഒരു റിസൾട്ട് ലഭിച്ചു. ജയ് ഊസോയെ വിജയിപ്പിച്ചുകൊണ്ട് ആരാധകരെ മടുപ്പിച്ചിട്ടില്ല. ഒബാഫെമിയെ കിങ് ഓഫ് ദ റിംഗ് വിജയിപ്പിച്ചുകൊണ്ട് ഒബാഫെമി തന്നെയാണ് ഇനി ഭാവിയിലെ താരം എന്നുള്ളത് ഒരിക്കൽ കൂടി WWE അടിവര പറയുന്നുണ്ട്. ഒബാഫെമി സമ്മർ സ്ലാമിൽ ആരെയാണ് ചലഞ്ച് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ഈ മത്സരശേഷം ഒബാഫെമി വെളിപ്പെടുത്തിയിട്ടില്ല. അത് മിക്കവാറും ഈ വരുന്ന റോ എപ്പിസോഡിലോ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള സ്മാക്ഡൗൺ എപ്പിസോഡിലോ വെളിപ്പെടുത്തുമെന്ന് കരുതാം. എന്തായാലും ഫാൻസ് എക്സ്പെക്റ്റ് ചെയ്ത രീതിയിൽ, ഫാൻസ് ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു റിസൾട്ടിലൂടെയാണ് നൈറ്റ് ഓഫ് ചാമ്പ്യൻസ് പ്രീമിയം ലൈവ് ഇവൻറ്റ് ആരംഭം കുറിച്ചത്. രണ്ടാമതായി നമുക്ക് കാണാൻ സാധിച്ചത് ക്വീൻ ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റിൻ്റെ ഫൈനൽ മത്സരമാണ്. ലിവ് മോർഗൻ എന്ന വുമൻസ് വേൾഡ് ചാമ്പ്യനും ഇയോ സ്കൈ എന്ന് പറയുന്ന റസ്ലറുമായിരുന്നു ഫൈനലിൽ ഏറ്റുമുട്ടിയ പാർട്ടിസിപ്പൻസ്. നല്ല മത്സരമായിരുന്നു. ഇയോ സ്കൈക്ക് നല്ലൊരു അഡ്വാൻറ്റേജ് മത്സരത്തിൽ ഉടനീളം ഉണ്ടായിരുന്നു. ലിവ് മോർഗൻ മത്സരത്തിലെ ചില സമയത്തുള്ള ഒരു കൺട്രോൾ ഏറ്റെടുക്കുന്നത് ഈ ഇയോ സ്കൈയുടെ കാലിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണം കാഴ്ചവെച്ചുകൊണ്ടാണ്. ഷാർലറ്റ് ഫ്ലെയറിനെ സബ്മിഷനിലൂടെ പരാജയപ്പെടുത്തിയ പോലെ ഇയോ സ്കൈയെയും ലിവ് മോർഗൻ സബ്മിഷനിലൂടെ സബ്മിറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ട് പരാജയപ്പെടുത്തുമെന്ന് പലരും പ്രതീക്ഷിച്ചു. ആ രീതിയിലേക്കുള്ള ഒരു മത്സരത്തിൻ്റെ സൈക്കോളജി ആയിരുന്നു പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇയോ സ്കൈ അതിനെ കൗണ്ടർ ചെയ്ത് പിൻഫോളിലൂടെ തന്നെ ലിവ് മോർഗനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ക്വീൻ ഓഫ് ദ റിംഗ് 2026 വിജയിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. വിജയിച്ച ശേഷം ആ ഒരു റിംഗ് ഇൻ്റർവ്യൂവിൽ വെച്ച് തന്നെ സമ്മർ സ്ലാമിൽ ലിവ് മോർഗനെതിരെയുള്ള ഒരു ചാമ്പ്യൻഷിപ്പ് മാച്ചാണ് തനിക്ക് വേണ്ടത് എന്നുള്ളതും ഇയോ സ്കൈ പറയുകയുണ്ടായി. അപ്പോൾ സമ്മർ സ്ലാം 2026 ആദ്യ മത്സരമായിട്ട് നിലവിൽ കൺഫേം ചെയ്തിട്ടുള്ളത് ലിവ് മോർഗൻ എന്ന വുമൻസ് വേൾഡ് ചാമ്പ്യൻ, ആ താരത്തിൻ്റെ ടൈറ്റിൽ ഇയോ സ്കൈക്കെതിരെ ഡിഫെൻഡ് ചെയ്യുന്ന ചാമ്പ്യൻഷിപ്പ് മത്സരമാണെന്നുള്ളതും കൺഫേം ചെയ്യപ്പെട്ടിട്ടുണ്ട്. മൂന്നാമതായി നമുക്ക് നൈറ്റ് ഓഫ് ചാമ്പ്യൻസിൽ കാണാൻ സാധിച്ചത് സ്റ്റീൽ കേജ് മത്സരമായിരുന്നു. സെത്ത് റോളിൻസ് എന്ന റസ്ലറും ദ വിഷൻ എന്ന് പറയുന്ന ടീമിനെ റെപ്രസെൻറ്റ് ചെയ്തു വന്ന ബ്രോൺ ബ്രേക്കറും തമ്മിലുള്ള ഒരു മത്സരം. ഈ മത്സരത്തിൽ ബ്രോൺ ബ്രേക്കറിൻ്റെ കൂടെ പോൾ ഹെയ്മനെയോ ഓസ്റ്റിൻ തിയറിയെയോ ലോഗൻ പോളിനെയോ ആരെയും കാണാൻ സാധിച്ചില്ല. മത്സരത്തിൽ ഈ രണ്ട് പേരുടെയും ഭാഗത്തു നിന്നുള്ള ഒരു പെർഫോമൻസ് മാത്രമാണ്, മറ്റ് ഇൻ്റർഫിയറൻസുകളൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല. ഈ മത്സരത്തിൻ്റെ എൻട്രൻസ് സമയത്ത് തന്നെ ആദ്യം സെത്ത് റോളിൻസ് ആണ് വരുന്നത്. സെത്ത് റോളിൻസ് വന്ന ഉടനെ തന്നെ വെപ്പൺസ് എടുത്ത് റിങ്ങിലേക്ക് ഇടുന്നുണ്ട്. അതായത് സ്റ്റീൽ ചെയർ, കെൻഡോ സ്റ്റിക്ക്, ടേബിൾ അതൊക്കെ എടുത്ത് റിങ്ങിലേക്ക് ഇടുന്നുണ്ട്. ബ്രോൺ ബ്രേക്കർ ട്രാഷ് ക്യാനും സ്റ്റീൽ ചെയറും കെൻഡോ സ്റ്റിക്കും എടുത്തിട്ടാണ് റിങ്ങിലേക്ക് കയറുന്നത്. അങ്ങനെ നല്ലൊരു ഗംഭീരമായിട്ടുള്ളൊരു മത്സരം നമുക്ക് അവിടെ കാണാൻ സാധിച്ചു. ഗംഭീരമായിട്ടുള്ളൊരു പ്രകടനം രണ്ടുപേരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഇതിൽ ഈ ബ്രോൺ ബ്രേക്കറിൻ്റെ കണ്ണിൻ്റെ അവിടെ പൊട്ടി ചോര വരുന്നതൊക്കെ മത്സരത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ നമുക്ക് കാണാൻ സാധിച്ചു. തുല്യമായിട്ടുള്ളൊരു പ്രാധാന്യം രണ്ട് റെസ്ലേഴ്സിനും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഗംഭീരമായിട്ടുള്ളൊരു മത്സരം. നൈറ്റ് ഓഫ് ചാമ്പ്യൻസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മത്സരം ഈ ഒരു സ്റ്റീൽ കേജ് മത്സരമാണ്. മത്സരത്തിൽ ഏറ്റവും മികച്ച ഒരു കെർബ് സ്റ്റോമ്പോട് കൂടി ആ കോർണറിൽ കയറി നിന്ന് എവലിൻ കെർബ് സ്റ്റോംപ് എന്ന് പറയുന്ന ആ ഒരു സൂപ്പർ കെർബ് സ്റ്റോംപ് ചെയ്തിട്ടാണ് ബ്രോൺ ബ്രേക്കറിനെ സെത്ത് റോളിൻസ് പരാജയപ്പെടുത്തുന്നത്. ബ്രോൺ ബ്രേക്കർ എന്ന് പറയുന്ന റെസ്ലറിനെ എത്രത്തോളം പവർഫുള്ളാക്കി കാണിക്കാൻ സാധിക്കുമോ അത്രത്തോളം പവർഫുള്ളാക്കി കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള ഒരു ഫിനിഷ് മത്സരത്തിന് കൊടുത്തത്. അത് നല്ലൊരു തീരുമാനമാണെന്ന് എൻ്റെ അഭിപ്രായം. എന്തായാലും സെത്ത് റോളിൻസ് ബ്രോൺ ബ്രേക്കറിനെ പരാജയപ്പെടുത്തിയതിലൂടെ ഇനി വേൾഡ് ടൈറ്റിൽ എന്നുള്ള ആ ഒരു മെയിൻ ഇവൻറ്റ് സീനിലേക്കായിരിക്കും സെത്ത് പോകാൻ പോകുന്നത്. അതും ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുണ്ട്. ഈ മത്സരത്തെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നാലാമതായി നമുക്ക് കാണാൻ സാധിച്ചത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനായ ട്രിക് വില്യംസ് റിക്കി സൈൻസ് എന്ന് പറയുന്ന നമ്പർ 1 കണ്ടൻഡറിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്ത ചാമ്പ്യൻഷിപ്പ് മത്സരമായിരുന്നു. ട്രിക് വില്യംസിൻ്റെ കൂടെ ആ സെലിബ്രിറ്റി വന്നിട്ടുണ്ടായിരുന്നു, ലിൽ ഇയാച്ചി എന്ന് പറയുന്ന ആ ഒരു സിംഗർ. ലിൽ ഇയാച്ചിയെ ഒരു പണ്ടത്തെ എഡ്ഡി ഗുറാറയൊക്കെ ചെയ്യുന്നത് പോലെ ചീറ്റ് ചെയ്തിട്ട് ബാക്ക് സ്റ്റേജിലേക്ക് അയക്കാൻ വേണ്ടി റിക്കി സൈൻ്റെ ഒരു ശ്രമം നടത്തുന്നുണ്ട്. അതിൽ അദ്ദേഹത്തിന് വിജയിക്കാനും സാധിക്കുന്നുണ്ട്. അങ്ങനെ ബാക്ക് സ്റ്റേജിലേക്ക് പോകുന്നു. മത്സരം ഒരു മിഡ് ലെവലിലാണ് ഈ ഫീൽ ചെയ്തത്. മത്സരത്തിൽ ട്രിക് വില്യംസ് നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ റിക്കി സൈൻസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നതാണ് കാണാൻ സാധിച്ചത്. മത്സരശേഷം റിക്കി സൈൻസ് ട്രിക് വില്യംസിനെ ആക്രമിക്കുമെന്നുള്ളൊരു മൊമെൻറ്റ് ഉണ്ടായിരുന്നു. അവിടെ ലിൽ വന്നിട്ട് കെൻഡോ സ്റ്റിക്കുമായിട്ട് റിക്കി സൈൻസിനെ ആക്രമിക്കുന്നു. എന്നിട്ട് പീപ്പിൾസ് എൽബോ എന്ന് പറയുന്ന ദ റോക്കിൻ്റെ ഫിനിഷർ, ആ ഒരു ഫിനിഷർ റിക്കി സൈൻസിനെതിരെ ഈ സെലിബ്രിറ്റി സിംഗർ ലിൽ ഉപയോഗിക്കുന്നുണ്ട്. എന്താണ് അവർ അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് ക്ലാരിഫൈ ആക്കാൻ നമുക്കിതുവരെ സാധിച്ചിട്ടില്ല.
സാധിച്ചില്ല. റോക്കിൻ്റെ ഒരു മൂവ് അവിടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ റോക്കിൻ്റെ ഒരു ഹിൻ്റാണോ അവർ ഇടുന്നത് എന്നുള്ളത് നമ്മൾ നോക്കേണ്ടതാണ്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഈ മത്സരം ഒരു മിഡ് ലെവലിലാണ് ഫീൽ ചെയ്തത്. അങ്ങനെ ട്രിക് വില്യംസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻഷിപ്പ് റിട്ടേൺ ചെയ്തു. അഞ്ചാമതായി നമുക്ക് കാണാൻ സാധിച്ചത് വുമൻസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനായ ടിഫ്നി സ്ട്രാറ്റൻ ജേഡ് കാർഗിൽ എന്ന് പറയുന്ന റെസ്ലറിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്ത ചാമ്പ്യൻഷിപ്പ് മത്സരമായിരുന്നു. ഈ നൈറ്റ് ഓഫ് ചാമ്പ്യൻസിൻ്റെ പ്രൊഡിക്ഷൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏകൊരു ടൈറ്റിൽ ചേഞ്ച് നടക്കാൻ സാധ്യതയുള്ള ഒരു മത്സരം ഈ വുമൻസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻഷിപ്പ് മത്സരമായിരിക്കുമെന്നാണ്. പക്ഷേ എൻ്റെ പ്രൊഡിക്ഷൻസ് തെറ്റിച്ചുകൊണ്ടുള്ള ഒരു മത്സരമാണ് നമുക്ക് അവിടെ കാണാൻ സാധിച്ചത്. ഷാർലറ്റ് ഫ്ലെയറിൻ്റെ ഇടപെടൽ, ചെൽസി ഗ്രീൻ്റെ ഇടപെടൽ ഒക്കെ ടിഫ്നി സ്ട്രാറ്റൻ്റെ വിജയത്തിലേക്ക് കൊണ്ടുപോയി. നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ബി-ഫാബ്, മീച്ചിൻ തുടങ്ങിയവരുടെ ഒരു ഇൻ്റർഫിയറൻസ് ഉണ്ടായിരുന്നു. ഇതിലെ ടിഫിനിയെ രക്ഷിക്കാൻ വേണ്ടി ആദ്യം ചെൽസി ഗ്രീനാണ് ആ റിങ്ങിൻ്റെ അണ്ടറിൽ നിന്ന് വരുന്നത്. അങ്ങനെ ഇവർ ബി-ഫാബ് മീച്ചിനുമായി ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നു. പക്ഷേ ഇത് ചെൽസി ഗ്രീനെ ജേഡ് കാർഗിൽ അടിച്ചിടുന്നുണ്ട്. അവിടെയാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഷാർലറ്റിൻ്റെ വരവും ആ ടൈറ്റിൽ എടുത്തുകൊണ്ട് റഫറി കാണാതെ ജേഡ് കാർഗിലിൻ്റെ മുഖത്തേക്ക് അടിക്കുന്നതും. ഈ അവസരം മുതലെടുത്തുകൊണ്ടാണ് പ്രത്യേകിച്ച് മോൺസോൾട്ട് എന്ന് പറയുന്ന ഫിനിഷർ അടിച്ച് ടിഫ്നി സ്ട്രാറ്റൻ ജേഡ് കാർഗിലിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ആ വുമൻസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻഷിപ്പ് റിട്ടേൺ ചെയ്തത്. കുഴപ്പമില്ലാത്തൊരു മത്സരമായിരുന്നു. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നൈറ്റ് ഓഫ് ചാമ്പ്യൻസിൻ്റെ മെയിൻ ഈവൻറ്റിൽ നമുക്ക് കാണാൻ സാധിച്ചത് അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യൻഷിപ്പ് മത്സരമായിരുന്നു. നിലവിലെ ചാമ്പ്യനായ കോഡി റോഡ്സ് ട്രിപ്പിൾ ത്രെറ്റ് മത്സരത്തിലായിരുന്നു ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സാമി സെയിൻ, ഗുന്തർ തുടങ്ങിയ റെസ്ലേഴ്സിനെതിരെയായിരുന്നു ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മളെല്ലാവരും ഒരുപോലെ പ്രൊഡിക്റ്റ് ചെയ്തിട്ടുള്ള ഏക മത്സരം എന്ന് പറയുന്നത് ഈ ഒരു മെയിൻ ഈവൻറ്റ് മത്സരമായിരിക്കും. കോഡി റോഡ്സ് ടൈറ്റിൽ റിട്ടേൺ ചെയ്യുമെന്നുള്ളത് ഓൾമോസ്റ്റ് കൺഫേമായ രീതിയിലായിരുന്നു നമ്മളെല്ലാവരും പ്രൊഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ പ്രൊഡിക്ഷൻ വീഡിയോയിലും ഞാൻ അങ്ങനെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആരാധകരെ ഞെട്ടിച്ചുകൊണ്ട് വലിയ അട്ടിമറി വിജയമായിരുന്നു ഈ WWE ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ സാമി സെയിന് സ്വന്തമാക്കാൻ സാധിച്ചത്. അതും കോഡി റോഡ്സിനെ തന്നെ പിൻ ചെയ്തിട്ട് അദ്ദേഹത്തിന് പുതിയ WWE ചാമ്പ്യൻ ആകാൻ സാധിച്ചു. സാമി സെയിൻ്റെ കരിയറിലെ ആദ്യ WWEന് വേണ്ടിയിട്ടുള്ള ഒരു വേൾഡ് ടൈറ്റിൽ വിക്ടറിയാണ് എന്നുള്ളൊരു പ്രത്യേകതയുമുണ്ട്. ഇതിലെ ഏറ്റവും വലിയൊരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ മത്സരം ഗംഭീരമായിരുന്നു എന്നുള്ളത് മാത്രമല്ല, നിലവിലെ ചാമ്പ്യനായ കോഡി റോഡ്സിനെ തന്നെ പിൻ ചെയ്തിട്ട് സാമി ടൈറ്റിൽ വിജയിച്ചു എന്നുള്ളതാണ്. വേണമെങ്കിൽ ഗുന്തറിനെ പിൻ ചെയ്തിട്ട് സാമിക്ക് ഒരു വിജയം നേടിയെടുക്കാമായിരുന്നു. അങ്ങനെയാണെങ്കിൽ കോഡി റോഡ്സും സാമിയും തമ്മിലുള്ളൊരു മത്സരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാമായിരുന്നു. പക്ഷേ ആ ഒരു രീതിയിലല്ല, നിലവിലെ ചാമ്പ്യനെ തന്നെ പിൻ ചെയ്തിട്ട് സാമിയെ ഒട്ടും പവർഫുൾ അല്ല എന്ന് ആരും പറയാത്ത രീതിയിലുള്ള ഒരു വിജയമാണ് അവർ കൊടുത്തത്. ഒരു അണ്ടർഡോഗ് എന്നുള്ള ഒരു രീതിയിൽ മാത്രമാണ് സാമിയെ ഇതുവരെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുണ്ടെങ്കിൽ ഇനി അദ്ദേഹം ഒരു പ്രോപ്പർ മെയിൻ ഈവൻ്റ് റെസ്ലറാണ് എന്നുള്ളത് അവർ ഇന്നത്തെ ഈ ഒരു ഷോയിലൂടെ പറഞ്ഞിരിക്കുന്നു. എന്തായാലും ഈ ഒരു അട്ടിമറി വിജയം സമ്മർ സ്ലാം എന്ന് പറയുന്ന നെക്സ്റ്റ് ബിഗ് പ്രീമിയം ലൈവ് ഇവൻറ്റിൻ്റെ സെനേറിയോ തന്നെ മൊത്തത്തിൽ മാറ്റിമറിക്കും. എല്ലാവരും കോഡി റോഡ്സിനെ വെച്ചിട്ടുള്ള ഒരു സ്റ്റോറിയും മത്സരമൊക്കെയാണ് സമ്മർ സ്ലാമിലേക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. റാൻഡി ഓർട്ടൺ, CM പങ്ക് പോലെയുള്ള താരങ്ങളുടെ വരവും കോഡി റോഡ്സിനെതിരെയുള്ള സ്റ്റോറിയും ഒക്കെ ആയിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇനി വെറും ഒരു മാസം അകലെയുള്ള സമ്മർ സ്ലാമിന് മുൻപ് ഏറ്റവും അവസാനമായി കഴിഞ്ഞ പ്രീമിയം ലൈവ് ഇവൻറ്റിൽ സാമി സെയിൻ പുതിയ അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യൻ ആകുമ്പോൾ ആ സിനേറിയോ മൊത്തത്തിൽ മറിയുകയാണ്. ഗംഭീരമായിട്ടുള്ളൊരു തീരുമാനമാണെന്ന് ഞാൻ പറയുകയുള്ളൂ. കാരണം അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള സർപ്രൈസുകളായിട്ടുള്ള മൊമെൻറ്റ്സ് ആണ് WWE എപ്പോഴും നമുക്ക് ഒരു ആകാംക്ഷ സമ്മാനിക്കാറുള്ളത്, അല്ലെങ്കിൽ കാണാനുള്ളൊരു ത്വര നൽകാറുള്ളത്. ആ ഒരു രീതിയിലേക്ക് ട്രിപ്പിൾ എച്ച് നൈറ്റ് ഓഫ് ചാമ്പ്യൻസിനെ കൊണ്ടുപോകുന്നുണ്ട്, അല്ലെങ്കിൽ ഷോയെ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, അതിലെ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ടതാണ്. നൈറ്റ് ഓഫ് ചാമ്പ്യൻസ് കിടിലമായിട്ടുള്ളൊരു ഷോ ആയിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ പ്രതികരണം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒരു 5 സ്റ്റാർ റേറ്റിംഗ് കൊടുത്താൽ ഞാനൊരു 4 സ്റ്റാറെങ്കിലും നൈറ്റ് ഓഫ് ചാമ്പ്യൻസിന് കൊടുക്കും. കാരണം ഫുള്ളി ഫാൻസിന് വേണ്ടി ട്രീറ്റ് ചെയ്തിട്ടുള്ള ഒരു ഷോ ആയിട്ടാണ് ഫീൽ ചെയ്തത്. നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണുന്നത് വരെ ബൈ.